ഹലോ ഗൈസ്, അപ്പോൾ ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. മണാലി എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. തണുത്തിട്ട് എന്താ നടക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് കൃത്യമായി ഓടാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ ഹിഡംബ ടെമ്പിളിൽ വന്നപ്പം അവിടുന്ന് ആ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കുന്ന ചില ഭയങ്കരമായ സംഭവങ്ങളാണ്. അവിടുന്ന് സൂക്ഷിച്ചാണെന്നില്ലെങ്കിൽ തെന്നിയിട്ട് താഴത്തേക്ക് വീഴും. അതാണ് ഞാനിങ്ങനെ വെച്ചടി നടക്കുന്നത്. ഇതുവരെ പോവാത്തവർ ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നവരോടാണെങ്കിൽ അവിടുന്ന് ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത്. കാരണം മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ 100 റുപ്പീസിന് അത്ര ഓർണമെൻറ്റ്സോ ആ ഫ്ലവറിൻ്റെ ആ കൊട്ടയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ടൈം ഉണ്ടായിരുന്നു. മറ്റൊരുത്ത് ടൈമൊന്നുമില്ല, നമുക്ക് എത്ര ക്ലിക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. എനിക്ക് കണ്ണ് തുറക്കുമ്പോൾ മൊത്തത്തിലൊരു വെള്ള കളറായതുകൊണ്ട് ഞാനൊരു മൂല പറ്റിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിലെനിക്ക് അധികം റോളില്ല. ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടുമില്ല. ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് എന്നെ തന്നെ ഒന്ന് ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് അടുത്ത ദിവസമാണിത്. ഞങ്ങൾ ഡൽഹിയിലെത്തി കുത്തബ് മിനാർ കാണാൻ പോവാണ്. അപ്പം അതിൽ കൂടെ നടക്കുമ്പം ഉള്ള ചെറിയ വ്യൂസൊക്കെയാണ്. ഇതും കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, എനിക്ക് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരവരുടെ പ്ലാനിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് സരോജിനി നഗറിൽ പോവും. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പിലായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. എനിക്കുണ്ടല്ലോ ഇന്നലത്തെ ഒരു വീഡിയോയും കിട്ടിയില്ല. എന്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ടായിരുന്നു, എടുത്ത് കൊണ്ടുപോയി. അവിടെ കാണുന്ന ആ കോളം കണ്ടോ, അത് തുരുമ്പ് പിടിക്കൂല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, തുരുമ്പ് പിടിക്കൂല എന്നാണ് ഞാൻ അറിഞ്ഞത്. 2 വാക്ക് സംസാരിക്കൂ കുത്തബ് മിനാറിനെ കുറിച്ച്. വെരി ഗുഡ്. വാവ്. നമ്മളെ കൂടെ വന്നവരൊക്കെ ഉണ്ടല്ലോ, കുറയ്ക്കുന്നുണ്ട്. പശുക്കളെയൊക്കെ മേയാൻ വിട്ട മാതിരിയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഇത് കഴിഞ്ഞിട്ട് നേരെ സരോജിനി മാർക്കറ്റാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ പോയ ഓരോ സ്ഥലത്ത് തമ്പടിച്ച് ഇങ്ങനെ നിൽക്കും. ഇതാവുമ്പോൾ ഞങ്ങൾ ഫോട്ടോസിനൊന്നും അധികം നിന്നില്ല, വേഗം അവിടുന്ന് പോരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ആസ്ഥാന സംഭവമാണ്. മൂപ്പരത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളത് കോർത്തിണക്കി ഒരു വിപ്ലവം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല കറക്റ്റായിട്ട് അത് കൊളായിട്ടുണ്ട്. യൂട്യൂബിനെ കുറിച്ച് 2 വാക്കുകൾ. വർഷയുടെ യൂട്യൂബ് അല്ലേ, അടിപൊളി യൂട്യൂബ് ചാനൽ, നല്ലതുപോലെ നടക്കും, കൂടുതൽ ഫോളോവേഴ്സ് കിട്ടട്ടെ. മാത്രം അത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതല്ല, അവൻ മാത്രമേ ഇന്ത്യനെ കളിയാക്കാനാണെങ്കിലും നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവളെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, അതും കൂടി നമുക്ക് കേട്ടോക്കാം. ബൈ ബൈ. നോക്കടാ, വന്ന ആൾക്കാരില്ലല്ലോ തിരിച്ചു പോണ. ഇത് ഞങ്ങൾ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ വെച്ച ഒച്ചയ്ക്ക് B4-ലായിരുന്നു ഉണ്ടായിരുന്നത്, ഞാനും ഇവളും മാത്രം. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നിറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ട് മുഖം വിളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം എനിക്കതിനൊരു ശേഷിയില്ലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.